പ്രിയ സുഹൃത്തുക്കൾക്ക് റാങ്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ബറൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബറൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ബീഹാർ. ബറൗണി ബീഹാറിൽ. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടേതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. വൃത്താന്ത പത്രപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേതാണ്. ആർഗൺ കണ്ടുപിടിച്ചത് ആരാണ്? ലോർഡ് റെയ്ലി. സ്മെല്ലിംഗ് സോൾട്ട് എന്നറിയപ്പെടുന്നത് അമോണിയം കാർബണേറ്റ്. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ തോത് രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ആക്ടിനോമീറ്റർ. സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ തോത് രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ആക്ടിനോമീറ്റർ. ക്രോമോസോം 14 ജീൻ തകരാറ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അൾഷിമേഴ്സ് ഉണ്ടാകാനുള്ള കാരണം ക്രോമോസോം 14 ജീൻ തകരാറാണ്. മനുഷ്യ ജീനോം പദ്ധതി 1990 നടപ്പിലാക്കി. മനുഷ്യ ജീനോം പദ്ധതി നിലവിൽ വരുന്നത് 1990. ശ്രീനാരായണ ഗുരുവും ടാഗോറും സന്ദർശിക്കുന്നത് തമ്മിലുള്ള സന്ദർശനം നടന്നത് 1922 നവംബർ 22. 1922 നവംബർ 22 ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ സന്ദർശിക്കുന്നത്. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ നിലവിൽ വരുന്നത് 1919. 1919 ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിൻ്റെ രചയിതാവാണ് മുൽക്ക് രാജ് ആനന്ദ്. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിൻ്റെ രചയിതാവ് മുൽക്ക് രാജ് ആനന്ദ്. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ദേവിക റാണി റോറിച്ച്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് താനെ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5. IWAI ഇന്ത്യൻ വാട്ടർ അതോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നോയിഡ. ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവാണ് നരസിംഹ റാവു. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ തുടങ്ങിയത് മുതലിയാറിൻ്റെ അധ്യക്ഷതയിലാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഋതുസംഹാരം രചിച്ചത് കാളിദാസൻ. വിവേകോദയം ആരംഭിച്ചത് 1904. 1904 വിവേകോദയം ആരംഭിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ കളിക്കാരനാണ് അനിൽ കുംബ്ലെ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് അനിൽ കുംബ്ലെ. OPCW നിലവിൽ വരുന്നത് 1997. OPCW നിലവിൽ വരുന്നത് 1997. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നു. ശിവജിയുടെ ആത്മീയ ഗുരു രാംദാസ്. ഗുരു രാംദാസ് ആണ് ശിവജിയുടെ ആത്മീയ ഗുരു. ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളെ പറയുന്ന പേരാണ് കടൽ. ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഉത്തരധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ്. യൂറോപ്പിന് വലുപ്പത്തിൽ 6ാം സ്ഥാനം. വ്യാഴത്തിന്
ഗലീലി കണ്ടെത്തിയ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് 4. വ്യാഴത്തിന് ഗലീലി 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തി. എന്നിലൂടെ രചിച്ചിരിക്കുന്നത് കുഞ്ഞുണ്ണിമാഷ്. എന്നിലൂടെ കുഞ്ഞുണ്ണിമാഷിൻ്റെ രചനയാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറമാണ് നീല. ചെമ്മരിയാട് വളർത്തൽ കൂടുതലായി കണ്ടുവരുന്നത് ഓസ്ട്രേലിയ. ചെമ്മരിയാട് വളർത്തൽ കൂടുതലായി കണ്ടുവരുന്നത് ഓസ്ട്രേലിയ. അധികമായി ഉൽപ്പാദിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ യുഗമാണ് വെങ്കലയുഗം. അധികമായി ഉൽപ്പാദിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് വെങ്കലയുഗം. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയുടെ അംഗമാകുന്നത് 1911. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയുടെ അംഗമാകുന്നത് 1911. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യത്തെ ആശ്രമം തൃശ്ശൂരാണ്. ആഗമാനന്ദ സ്വാമിയുടെ ആദ്യത്തെ ആശ്രമം തൃശ്ശൂരാണ്. ആനന്ദതീർത്ഥൻ ഗാന്ധിജിയുടെ സംഗമം. ആനന്ദതീർത്ഥൻ്റെയും ഗാന്ധിജിയുടെ സംഗമമാണ് 1928. ആനന്ദതീർത്ഥൻ്റെയും ഗാന്ധിജിയുടെയും സംഗമം നടക്കുന്നത് 1928. പുരുഷസിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷസിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂർ. ആഗമാനന്ദ സ്വാമിയുടെ ജനനം ചവറയിലാണ്. ആഗമാനന്ദ സ്വാമിയുടെ ജനനം ചവറയിലാണ്. എൻ്റെ കാശിയാത്ര എന്നത് തൈക്കാട് അയ്യയുടെ രചനയാണ്. എൻ്റെ കാശിയാത്ര എന്നത് തൈക്കാട് അയ്യയുടെ രചനയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കുന്നത് അയ്യങ്കാളിയെയാണ്. വേലക്കാരൻ ആരുടെ രചന? സഹോദരൻ അയ്യപ്പൻ്റെ രചനയാണ് വേലക്കാരൻ. അയ്യങ്കാളി ഗാന്ധിജി സംഗമം നടന്നത് 1937. അയ്യങ്കാളി ഗാന്ധിജി സംഗമം നടന്നത് 1937. ഗാന്ധിജി ശ്രീനാരായണ ഗുരു സംഗമം നടന്നത് 1922. ആനന്ദതീർത്ഥൻ ഗാന്ധിജി സംഗമം നടക്കുന്നത് 1928. ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ. ശിവരാജയോഗി തൈക്കാട് അയ്യ. ശിവയോഗവിലാസത്തിൻ്റെ രചന നടത്തിയിരിക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. ശിവയോഗവിലാസം രചിച്ചിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ. 90-ാം ആണ്ട് സമരം നടന്നത് 1911. 90-ാം ആണ്ട് സമരം നടന്നിരിക്കുന്നത് 1911. കല്യാണദായിനി സഭ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ. കല്യാണദായിനി സഭ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ. വിവരാവകാശ നിയമം പാസ്സാക്കിയത് 2005 ജൂൺ 15. 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാസ്സാകുന്നത്. ലോകായുക്ത നിയമിച്ച ആദ്യത്തെ സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. ലോകായുക്തയെ നിയമിച്ച ആദ്യത്തെ സ്റ്റേറ്റ് മഹാരാഷ്ട്ര. കേരളത്തിലെ ആദ്യത്തെ സാക്ഷരതാ നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ 2. പ്രധാന റെയിൽവേ ഡിവിഷനുകൾ 2. കേരളത്തിലെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രിയാണ് ലക്ഷ്മി എൻ മേനോൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രിയാണ് ലക്ഷ്മി എൻ മേനോൻ. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്നത് ബനഗൽ രാമറാവു. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധൻബാദ്. സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഹരിവംശറായ് ബച്ചൻ. ചാലക്കമ്പോളം നിർമ്മിച്ച തിരുവിതാംകൂർ ദിവാനാണ് രാജാ കേശവദാസ്. അരുവിപ്പുറം നെയ്യാറിൻ്റെ തീരത്താണ്. 1817
തിരുവിതാംകൂർ സൗജന്യമായി പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയത്. പ്രൈമറി എഡ്യൂക്കേഷൻ സൗജന്യമായി നൽകിയത് തിരുവിതാംകൂറിൽ 1817 പ്രൈമറി എഡ്യൂക്കേഷൻ സൗജന്യമായി നൽകിയത് റാണി ഗൗരി പാർവതി ബായ്. ഇത്തരം കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവിഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയായ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാലയായ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്ത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റാണ് ഛത്തീസ്ഗഡ്. ഒരു ഇന്ത്യൻ സ്റ്റേറ്റുമായി മാത്രം അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റാണ് മേഘാലയ. മേഘാലയയാണ്. തത്വബോധിനി സഭയുടെ നിർമ്മിച്ചിരിക്കുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധിനി സഭയുടെ പിതാവ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുന്നത് 1942. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലിരുന്ന വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭുവായിരുന്നു. ദത്താവകാശ നിരോധന നിയമപ്രകാരം അവസാനത്തെ നാട്ടുരാജ്യമാണ് ഔദ്. ലാലാ ലജ്പത് റായ് നേതൃത്വം കൊടുത്ത പത്രമാണ് വന്ദേ മാതരം. ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്ത്. കിഴക്കൻ തീരദേശത്തെ റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷാണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ബഹിരാകാശത്ത് ഒരു ജീവി ആദ്യമായി എത്തുന്നത് 1957ലാണ്. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിയിൽ. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ. കൃഷ്ണരാജ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ. ഇന്ദിരാ കോൾ. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. IT ആക്ട് പാസ്സാക്കുന്നത് ജൂൺ 9, 2000. നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17. ഹ്യൂമൻ റൈറ്റ് വാച്ച് ആസ്ഥാനം ന്യൂയോർക്ക്. പെരിനാട് ലഹള 1915. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിന് മത്സരിക്കുന്നത് 1900-ലാണ്. ഇന്ത്യ ആദ്യമായി ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് 1900 ആണ്. പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിക്കുന്നത് 1909. പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം പാട്യം. നൈൽ നദി ഒഴുകുന്ന രാജ്യങ്ങളുടെ എണ്ണം 11. ബുദ്ധചരിതം രചിച്ചത് അശ്വഘോഷൻ.
എഡ്യൂസാറ്റ് 2004 സെപ്റ്റംബർ 20 വിക്ഷേപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനി INS ശൽക്കി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനി INS ശൽക്കി. ലോക വികലാംഗ ദിനം ഡിസംബർ 3. ലോക വികലാംഗ ദിനം ഡിസംബർ 3. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവാണ് പോൾബർഗ്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് പോൾബർഗ്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ആസ്ഥാനം ട്രിവാൻഡ്രം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ആസ്ഥാനമാണ് ട്രിവാൻഡ്രം. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. കിങ് ഓഫ് ഷാഡോസിൻ്റെ കലാകാരനാണ് റാംബ്രാൻഡ്. കിങ് ഓഫ് ഷാഡോസ് റാംബ്രാൻഡ്. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ. വൈക്കം സത്യാഗ്രഹത്തിന് നിവേദനം സമർപ്പിച്ചത് സേതുലക്ഷ്മി ബായിക്കാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിവേദനം സമർപ്പിക്കുന്നത് സേതുലക്ഷ്മി ബായിക്ക്. ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത് 1995 ജനുവരി 1. ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നന്നായി കേട്ട് പഠിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, PSC ബുള്ളറ്റിനിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, SCERT-ലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാം കൂടി മിക്സായിട്ടുള്ളൊരു മിക്സ്ഡ് GK ആണ്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.